സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 പറയാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സംസാരിക്കാനുള്ള കഴിവ്. ഓക്കെ, നമുക്ക് സംസാരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടൊരു കാര്യമാണ്. നമുക്ക് ഈ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും സംസാരിക്കാനുള്ള കഴിവ് എപ്പോഴും ഉണ്ടായിരിക്കണം. വളരെ വലിയ ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പഠിപ്പുണ്ടാവാം, അതുപോലെ തന്നെ കഴിവുണ്ടാവാം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവാം. പക്ഷേ സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല, ഒക്കെ കൈവിടേണ്ടതായിട്ട് വരുന്നു. അതായത് നമ്മൾ ഈ സ്റ്റഡീസിൽ നമ്മൾ ബ്രില്യൻ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ A+ അല്ല അതിൽ കൂടുതൽ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ച വെച്ചാൽ പോലും, നമുക്ക് വലിയ ടാലൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യമില്ല ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ. ഓക്കെ, അതെപ്പോഴും തിരിച്ചറിയേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും നമ്മൾ നോക്കിക്കാണുക നമ്മളങ്ങനെ സംസാരിക്കുന്നു എന്നില്ലാണ്. അതായത് നമ്മൾ ആദ്യം എന്ത് കാണുന്നു, നമ്മൾ ആദ്യം എന്ത് സംസാരിക്കുന്നു, നമ്മളെ കമ്മ്യൂണിക്കേഷനാണ് എപ്പോഴും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ശരിയായി സംസാരിക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്ക് പറ്റണം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ട്, അത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ പ്രത്യേകത തന്നെയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ആശയവിനിമയം നടത്താനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് സംസാരിക്കുന്ന രീതി എങ്ങനെയായിരിക്കണം നോക്കാം. അതായത് നമ്മൾ വാക്കുകൾ കൊണ്ടല്ല നമ്മൾ പറയേണ്ടത്. ഇതെങ്ങനെയാണ് പറയേണ്ടത്? നമ്മൾ വെറും വാക്കുകളെ കൊണ്ട് അവസാനിപ്പിക്കല്ല. ഓക്കെ, കുറച്ച് സെൻറ്റൻസ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. ഓക്കെ, നിർത്തി പതുക്കെ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അവിടെ വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ആ ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, വ്യക്തമായി സംസാരിക്കണം, വിനയത്തോടെ സംസാരിക്കുക. അതായത് ഇപ്പോൾ ബഹുമാനിക്കുന്ന ആൾക്കാരെ ബഹുമാനിക്കുക, ഇപ്പോൾ വിനയം കാണിക്കുന്നിടത്ത് വിനയം കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക. അതായത് സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവണം. സംസാരിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വ്യക്തിക്ക് തോന്നണം ഇയാൾ പറയുന്നത് കോൺഫിഡൻ്റ് ആയിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് ആൾ വിശ്വസിക്കുള്ള കാര്യത്തില്ല. പിന്നെ ചുരുക്കത്തിൽ കാര്യം പറയാം. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചുരുങ്ങിയ സമയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കം കിട്ടുന്ന സമയം, അല്ലെങ്കിൽ സെൻറ്റൻസിൽ കാര്യം പറയണം, പക്ഷേ എന്നാലും വല്ലാണ്ട് ഇതാവാൻ പാടില്ല. കുറച്ചൊന്ന് ഒതുക്കത്തിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന പോലെ സംസാരിക്കാൻ ശ്രമിക്കുക. ഒരു ചെറിയൊരു കാര്യം വലുതാക്കി പറയരുത് എന്നുള്ളതാണ്. ഇനി മറ്റുള്ളവരെ ബഹുമാനിക്കുക. ഇപ്പോൾ ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, ബഹുമാനിക്കേണ്ട സ്ഥലത്ത് ബഹുമാനിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതിന് വരത്തുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നു. തെറ്റായ ഒരു ചെറിയ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം തകർക്കുകയും ചെയ്യും. എപ്പോഴും നല്ല വാക്ക് മാത്രവും നല്ല സംസാരം മാത്രവും ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സംസാരിക്കുന്ന മുമ്പ് കൃത്യമായി ചിന്തിക്കുക. ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക സംസാരിക്കുന്നതിന് മുമ്പ്. ഓക്കെ, ഇനി ലിസണിങ് സ്കില്ലെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഓക്കെ, ലിസണിങ് സ്കിൽ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒപ്പം നമുക്ക് വേണ്ട കാര്യമാണ് ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആദ്യം വേണ്ട നല്ല ഒരു ലിസണർ ആവാന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് സംസാരിച്ചത് ഓപ്പോസിറ്റ് വന്ന വ്യക്തി കേട്ടു, പക്ഷേ ആ വ്യക്തി പറഞ്ഞ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും ആൾ സംസാരിക്കാൻ വരില്ല. നമ്മളെ സംസാരം കേൾക്കുകയില്ല. അപ്പോൾ അതാണ് അവിടെ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും സംസാരിക്കുന്നവർ മാത്രമല്ല വിജയിക്കുക, മറ്റുള്ള സംസാരം കേൾക്കുവാനുള്ള മനസ്സ്. ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണർ ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ ഫ്രണ്ട് ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ പാരൻസ് ഒരു കാര്യം പറയുകയാണ്, ജസ്റ്റ് ലിസൺ ദം. ഓക്കെ, അപ്പോൾ ലിസൺ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഇതിൽ പ്രശ്നങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ കേൾക്കുമ്പോൾ ഇടയിൽ തടസ്സപ്പെടുത്താൻ പാടില്ല, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം, തല കുനിച്ച് കൃത്യമായിട്ട് പ്രതികരിക്കുക, അവരുടെ സംസാരം ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പറഞ്ഞതിന് ശേഷം മാത്രം മറുപടി പറയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സംസാരിക്കുമ്പോഴായിക്കോട്ടെ, കേൾക്കുമ്പോഴായിക്കോട്ടെ, മുഖഭാവം, നിൽപ്പ്, കണ്ണോട്ടം, ചലനങ്ങൾ, ഇതൊക്കെ കോൺഫിഡൻസ് എപ്പോഴും കാണിക്കും. നമ്മളുടെ മുഖത്തിൻ്റെ ഭാവം സന്തോഷമുള്ളതാക്കി വെക്കുക, നമ്മളെ നിൽപ്പ് കോൺഫിഡൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, കണ്ണുകൊണ്ടുള്ള നോട്ടം വളരെ എന്താ പറയുക ചിരി പടർത്തുന്ന പോലെയോ ഒക്കെ സംഭവം, അല്ലെങ്കിൽ സീരിയസ് ആയ കാര്യമാണെങ്കിൽ അങ്ങനെ വേണം എന്നുള്ളതാണ്. സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൈയുടെ ചലനങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോൺഫിഡൻസ് കൂട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യം എനിക്ക് പറയാനുള്ളത്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്ക് വേണ്ട അടുത്ത 2 കാര്യങ്ങളാണ് ലിസണിങ് സ്കില്ലും അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജും. ഈ ലിസണിങ് സ്കില്ലും ബോഡി ലാംഗ്വേജും എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക വേണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയാണ്. നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ മോഡൽ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ, ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി നല്ല ആൾക്കാരും സംസാരിക്കാനുള്ളതാണ്. ഇപ്പം ഡെയിലി നമുക്ക് 2-3 ആൾക്കാർ മാത്രമല്ല സംസാരിക്കാം അല്ലേ. ചിലപ്പോൾ 3 കൂടുതൽ ആൾക്കാർ സംസാരിക്കാം. അപ്പോൾ സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കാം ഡെയിലി. അപ്പോൾ പാരൻസിനോട് 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഡെയിലി, രാത്രിയോ പകലോ എപ്പോഴാണ് ഒഴിവുണ്ടാവുന്നത് മാക്സിമം സംസാരിക്കാൻ സമയം ഉണ്ടാവുക രാത്രികളിലായിരിക്കും. രാത്രികൾ സംസാരിക്കുക, പ്രശ്നങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുക, കേൾക്കുക, ഒക്കെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു 1/2 മണിക്കൂറെടുത്ത് നമ്മൾ സംസാരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. നമ്മൾ ഈ 10 മോഡ്യൂളിൽ മാത്രം ചെയ്താൽ പോരാതെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഇത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. താങ്ക് യു.